ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല പച്ച നവറ കിട്ടി. പൊരിക്കാം എന്ന് കരുതി 4 മീനാണ് കിട്ടിയത്. നല്ല വലുതായിരുന്നു. ഞാനത് നല്ല വൃത്തിയായിട്ട് കഴുകി ഇതുപോലെ ഞാൻ ചെറുതായിട്ടങ്ങ് വരഞ്ഞെടുത്ത് വെച്ചു കേട്ടോ. ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കേട്ടോ. ഇതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച്, ഞാനിവിടെ ഗോൾഡ് വിന്നറാണ് ഉപയോഗിച്ചത്. 1 സ്പൂൺ ഗോൾഡ് വിന്നർ എണ്ണ ഉപയോഗിച്ച്, വെളിച്ചെണ്ണ കൂടെ നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റായിരിക്കും. ഈ മസാലയെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഈ മീൻ ഓരോന്ന് വീതം ചട്ടിയിലെടുത്ത്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഈ മസാല മുഴുവനും മീനിൽ പുരട്ടി നല്ല വൃത്തിയായിട്ട് പുരട്ടണം കേട്ടോ. സമയം എടുത്ത് നമ്മൾ നന്നായിട്ട് ഇതിനെ പുരട്ടിയെടുക്കണം. ഇത് 10 മിനിറ്റ് നമുക്ക് അതുപോലെ അങ്ങ് വയ്ക്കണം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മസാല എല്ലാം കൂടെ നമുക്ക് ഒരിക്കൽ കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ അങ്ങ് കിട്ടും. നന്നായിട്ട് കണ്ടോ ഇരിക്കുന്നു. ഇനി പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 100 ഗോൾഡ് വിന്നറാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും. ഞാൻ ഇന്ന് ഗോൾഡ് വിന്നറിലാണ് മീൻ പൊരിച്ചത്. എന്നിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്നല്ലോ, അതിൽ ഓരോ മീൻ വീതം ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് പൊരിക്കേണ്ടത്. ഹൈ ഫ്ലെയിം ആകുമ്പോഴേക്കും പുറം വെന്തിരിക്കും, അകം വേഗത്തില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ ശകലം കരിവേപ്പില കൂടെ ചേർക്കണം. കരിവേപ്പില കൂടെ ചേർക്കുമ്പം മീൻ പൊരിക്കുന്നതിന് നല്ല സ്വാദ് കിട്ടും. ഫിഷ് ഫ്രൈ ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അതുമാത്രമല്ല, നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. ഒരു വശം വെന്തതിന് ശേഷം മീൻ നമുക്ക് തിരിച്ചിടാം. കണ്ടോ, നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. മറക്കരുത്, മീഡിയം ഫ്ലെയിമിൽ മാത്രമേ മീൻ പൊരിച്ചെടുക്കാവൂ. നന്നായിട്ട് അങ്ങ് മുരിഞ്ഞു വരട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് തിരിച്ചിടാം. ഇനി നമുക്ക് സ്ലോ ഫ്ലെയിമിലാക്കാം. ഒരു 2 മിനിറ്റ് കൂടെ ഇങ്ങനെ അതങ്ങ് ഫ്രൈ ചെയ്ത് വരട്ടെ. നന്നായിട്ട് ഫ്രൈ ആയി. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മീൻ കൂടെ ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. സമയമെടുത്ത് അടുത്ത് നിന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിരിക്കും. അടിപൊളി ഫിഷ് ഫ്രൈ തയ്യാറായി. താങ്ക്സ് ഫോർ വാച്ചിങ്.